കാന്താരി കട്ട്ലേറ്റ് ആണ് ചെയ്യുന്നത്. ചീസ് കട്ട്ലേറ്റ്, കട്ട്ലേറ്റ് ആണ്, ഇറ്റാലിയൻ കട്ട്ലേറ്റ്. ഫയറിലിട്ട് കട്ട്ലേറ്റ് വേണ്ട റെഡിയായേ. അടുത്ത കൗണ്ടറാണ്. അടുത്ത ഐറ്റത്തിലേക്ക് നമുക്ക് കിടക്കാം. നോർമൽ പാനിപൂരി കഴിക്കാനായിട്ട് പോവാണ്. സെറ്റ് ചെയ്തെടുക്കുവാണ്. പൊട്ടറ്റോ ഫില്ലിങ്സ് വെക്കുവാണ്. ചട്നി ഒഴിക്കുന്നത്, മല്ലിയിലയാണ് ഇടുന്നത്. ആനി ഒഴിക്കുന്നത്, വെള്ളം. കീമ പാനിപൂരി, കീമ ചിക്കൻ്റെ ആണ്. ഫില്ല് ചെയ്യുക കേട്ടോ. ഐസ്ക്രീം പാനിപൂരി ഉണ്ടാക്കാനായിട്ട് പോവാം. വാനില ഐസ്ക്രീമാണ്. ഒരു കൊടയും വെച്ച് ലവ് കട്ട്ലേറ്റിൻ്റെ കൗണ്ടർ, കുഞ്ഞ് കൗണ്ടറാണ്. ഇതാണ് മെനു കേട്ടോ. ക്രഞ്ചി ക്രീമാണ്, ഇറ്റാലിയൻ കട്ട്ലേറ്റ് ആണ്, ചീസ് ഫുള്ളാണ്. ഇത് കാന്താരി കട്ട്ലേറ്റ് ആണ്, ക്ലാസിക് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. കോഫിയും തന്നിട്ടുണ്ട്, ഒരു ഡിപ്പും തന്നിട്ടുണ്ട്. ഇത് ഒരു കൗണ്ടറിലെ ഫുഡാണ്. അടുത്ത കൗണ്ടറിലേക്ക് പോകാം. ഇവിടുത്തെ മെനു ആണ്. അടുത്ത കൗണ്ടറിലാണ്. ഇത് പാനിപൂരിയാണ്. ഇത് കീമ പാനിപൂരിയാണ്, ഐസ്ക്രീം പാനിപൂരി. സ്പോട്ട് എവിടെയാണെന്ന് അറിയണ്ടായോ? എറണാകുളം കലൂര് സ്റ്റേഡിയത്തിന്റെ അടുത്ത്. നമ്മൾ കട്ട്ലേറ്റ് എടുത്തത് ലവ് കട്ട്ലേറ്റിൽ നിന്നാണ്. പാനിപൂരി എടുത്തത് ഗോൾ കബാസിൽ നിന്നാണ്. ഇത് ചെറിയൊരു ഫുഡ് കോർട്ടാണ്. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. എവിടാന്ന് അറിഞ്ഞു, എന്തൊക്കെ കഴിക്കാൻ എടുത്തെന്ന് അറിഞ്ഞു. ഇനി നമുക്ക് നേരെ കഴിച്ച് അതിന്റെ രുചി എന്താണെന്ന് അറിയാം. 2 കൗണ്ടറിലെ ഫുഡാണ് എടുത്തേക്കുന്നത്. ഏത് കൗണ്ടറാണ് മികച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ക്രീം ക്രഞ്ചാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതൊന്ന് മെൽറ്റായി പോകും. ഐസ്ക്രീം ഒക്കെ ഉണ്ട് അതിനകത്തിൽ. ഓക്കെ, നോക്കട്ടെ. ഇതാണ് ക്രീം ക്രഞ്ച്. ഐസ്ക്രീമിൻ്റെ കൂടെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പ്രതീക്ഷ പോലെ തന്നെ എന്തോ ടേസ്റ്റ് എന്നറിയോ. അതാണ് താഴെ പോകുമ്പോൾ ഇരിക്കണോടെ ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്, പീനട്ട് കിട്ടുന്നുണ്ട്. ഗംഭീര ടേസ്റ്റാണ്. ഇതിനകത്തിൽ ഡേറ്റ്സ് ഒരിച്ചിട്ടേക്കുക, അതാണ് നമുക്കിങ്ങനെ ക്രഞ്ചി ആയിട്ട് കിട്ടുന്നത്. ഒരു വാവ് ഫാക്ടർ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. കഴിക്കുമ്പോഴില്ലേ ഒരു ഗംഭീര ടേസ്റ്റ്. ഫ്രൈ ആക്കി കഴിച്ച ഇത്രയും ടേസ്റ്റ് ഉണ്ടോ ഞാൻ ഇപ്പോൾ അറിയുന്നത്. ഇത് ലവ് കട്ട്ലേറ്റിൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ. ഇവിടെ വന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. ഒരു മസാലയിൽ കോട്ട് ചെയ്തിട്ടാണ് ഇവരിത് ഫ്രൈ ആക്കുന്നത് കേട്ടോ. ഗംഭീരം, അതിഗംഭീരം എന്നൊക്കെ പറയാൻ പറ്റുന്ന ക്രീം ക്രഞ്ചി. ഇത് ഞാൻ ഫിനിഷ് ചെയ്യട്ടെ. കട്ട്ലേറ്റിലേക്ക് കിടക്കാം. ക്ലാസിക് ചിക്കൻ കട്ട്ലേറ്റ് എടുക്കാം. നോക്കാം. ഇത് ലവ് കട്ട്ലേറ്റിൻ്റെ സ്പെഷ്യൽ കട്ട്ലേറ്റാണ്. ഒന്നുമില്ല, കഴിച്ചാൽ മതി. ക്രിസ്പി ആയിട്ട് നമുക്ക് ഹൈലി ടേസ്റ്റി കട്ട്ലേറ്റാണ് നമുക്കിവർ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. എന്തോ ടേസ്റ്റ് വന്നറിയാമോ? നൊസ്റ്റാൾജിയൊക്കെ അടിക്കുന്ന രീതിയിലുള്ള കട്ട്ലേറ്റ്, പാരമ്പര്യമായിട്ടുള്ള ഒരു ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ആ ടേസ്റ്റ് കിട്ടുന്ന ഒരു കട്ട്ലേറ്റ് ആയിരുന്നു. ഇങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ ഇല്ല, ഇവിടുന്ന് കോഫി എടുത്ത് കുടിച്ചിട്ട് ഇവിടെ വെക്കണം. സോസ് തന്നിട്ടുണ്ട്. കാന്താരി കട്ട്ലേറ്റ് എടുക്കാം. സോസിലേക്ക് ഇങ്ങനെ മുക്കി, സോസിൽ മുക്കിക്കഴിഞ്ഞിട്ടുള്ള ലവ് കട്ട്ലേറ്റ് കഴിക്കട്ടെ. സ്പൈസിയാണ്, കാന്താരിയുടെ ഫ്ലേവർ കിട്ടുന്നുണ്ട്. നല്ല സ്പൈസിയാണ്, സഹിക്കാൻ പറ്റുന്ന സ്പൈസി ഒന്നുമില്ല. സോസിൽ മുക്കാതെ ഞാൻ ഈ കട്ട്ലേറ്റ് കഴിക്കട്ടെ. സോസ് നല്ല സ്പൈസി കേട്ടോ. കട്ട്ലേറ്റിന് അത്ര സ്പൈസി അല്ലായിരുന്നു, സോസിന് സ്പൈസി ആയിരുന്നു. അടുത്ത ഹാർട്ട് ഷേപ്പിലുള്ള കട്ട്ലേറ്റ് ഇറ്റാലിയൻ കട്ട്ലേറ്റ് ആണ്. സോഫ്റ്റാണ്, എന്നാൽ ക്രിസ്പിയാണ്. ഇത് ആക്ച്വലി വേറൊരു ടേസ്റ്റാണ്. കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റേ മാറിപ്പോയി. ഇതെനിക്ക് സോസിൽ നോക്കി തന്നെ കഴിക്കണം. യെസ്,
സോസ് മുക്കിയ കട്ട്ലേറ്റിൻ്റെ രൂപം കണ്ടോ? കൊതിക്കണ്ട, ഞാൻ കഴിച്ചോളൂ. ചീസ് പുള്ളർ കട്ട്ലേറ്റ് ആണ്. മധ്യഭാഗത്ത് ചീസ് ഉണ്ടാവുമെന്ന് പറയുന്നത്. കഴിച്ചു നോക്കാം. അതെ, നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യം കഴിച്ചത് ചീസ് പുള്ളറായിരുന്നു, ഇപ്പം കഴിച്ചത് ക്ലാസിക് കട്ട്ലേറ്റ് ആണ്. എന്നോട് പറഞ്ഞു തന്നത് മാറിപ്പോയതാണ്, പക്ഷേ ടേസ്റ്റ് കട്ട്ലേറ്റ് ആണ്. മാറിപ്പോയത് കേട്ടോ. ചീസ് പുള്ളറിൻ്റെയും ക്ലാസിക് കട്ട്ലേറ്റിൻ്റെയും ടേസ്റ്റ് ഒരേപോലെയാണ്. ചീസ് പുള്ളറിനകത്ത് ചീസുണ്ട്, കട്ട്ലേറ്റിനകത്തിൽ ഒന്നുമില്ല, നോർമൽ കട്ട്ലേറ്റ്. പാരമ്പര്യത്തിൻ്റെ തനിമയൊക്കെ നിലനിർത്തുന്ന ഒരു ടേസ്റ്റ്. ചൂടോടിങ്ങനെ കട്ട്ലേറ്റ് കിട്ടുമ്പോൾ ഇല്ലേ, ചുമ്മാ ഇരുന്ന് കഴിച്ചാൽ മതി. ആദ്യം ഐസ്ക്രീം പാനിപ്പൂരി തന്നെ കഴിക്കാം. ഈ കുട എടുക്കാം, കൈ ഇട്ട് ഒരെണ്ണം എടുത്ത് കഴിക്കാം. നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ഐസ്ക്രീം എടുത്ത് ചോക്ലേറ്റാണ്, കുത്തി കയറ്റാം. ആക്ച്വലി ഇങ്ങനെയല്ല ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതോ നമ്മൾ ഇടുവാണ്. എന്തായാലും ഞാൻ ഇടുവാണ്. സൈഡ്സ് എല്ലാം എടുത്ത് സ്പൂൺ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. സ്പൂൺ യെസ്. ഐസ്ക്രീം പാനിപ്പൂരി ഇപ്പോഴാണ് ഇതായത്. കഴിക്കാൻ പോയിട്ടോ, വന്നോ, കഴിച്ചോ. മതി സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഇതിനകത്ത് ഇടണം. അതൊരു ടാസ്ക്കൊന്നുമല്ല, പക്ഷേ എന്നെപ്പോലുള്ള ആർത്തി ഭണ്ഡാരങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ലെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. സമയമെടുത്ത് ഇട്ട് ആസ്വദിച്ച് കൂടെ ഒരാളിരുന്ന് സംസാരിച്ച് അങ്ങനെയുള്ള, പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് യൂസ്ഫുള്ളാണ്. ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വരുന്ന ബൗൾസാണ്. അങ്ങനെ ഐസ്ക്രീം പാനിപ്പൂരി തീർന്നേ. പാനിപ്പൂരി കഴിക്കാം. ഇവിടെ മുക്കി ഇതിനകത്തുള്ള ഫില്ലിങ്സ് നല്ലതാണോ, നല്ല രസമുണ്ട്. ഈ പാനിപ്പൂരിയിലെ ക്വാളിറ്റി പാനിപ്പൂരി നല്ലൊരു ക്രാണമൊക്കെ കിട്ടുന്നുണ്ട്. പാനിപ്പൂരിയിൽ പാനി കുടിച്ചോ? കീമ പാനിപ്പൂരി ഒന്നും ചേർക്കാതെ കഴിച്ചു നോക്കാം, ടേസ്റ്റ് അറിയട്ടെ. ഇതിനകത്ത് ചിക്കനാണ് വരുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട് ആ ചിക്കൻ്റെ കീമയ്ക്ക് കേട്ടോ. ഞാൻ നോൺ വെജ് പാനിപ്പൂരി ഇതെടുത്ത് ഇങ്ങനെ ഒഴിക്കാൻ കേട്ടോ. പാനിപ്പൂരിയുടെയും കീമ പാനിപ്പൂരിയുടെയും ഫില്ലിങ്സ് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. യെസ്, മസ്റ്റ് ട്രൈ ആണിത്. ടേസ്റ്റ് ഉണ്ട്, രണ്ട് കൗണ്ടർ ഗംഭീരമാണ്. ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ, അടിപൊളിയാണ്. ചക്കര അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. കട്ട്ലേറ്റിലെ ഇഷ്ടപ്പെട്ടത് ക്ലാസിക് കട്ട്ലേറ്റും ചീസിൻ്റെ കട്ട്ലേറ്റുമാണ് ഇഷ്ടപ്പെട്ടത്. ഗോൾക്കപ്പയിലെ ഇഷ്ടപ്പെട്ടത്, രണ്ട് പാനിപ്പൂരി ഇഷ്ടപ്പെട്ടു. സ്പെഷ്യലി എടുത്ത് പറയുവാണെങ്കിൽ ചിക്കൻ്റെ കീമ പാനിപ്പൂരി ഉണ്ട്, ഗംഭീരമായിട്ടാണ്. വേറെ വിശേഷമൊന്നുമില്ല. വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാസമായിട്ട് അടിച്ചു പൊട്ടിച്ചാൽ നശിപ്പിച്ചാൽ.